എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മാനവ അമലുകളെ അവങ്കലേക്ക് ഉയർത്തുകയാ ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിമിൻ. ദുനിയാവിൽ അമൽ ചെയ്തിട്ടുള്ളതായ വ്യക്തികളുണ്ടോ, സുഹൃതങ്ങൾ അധികരിപ്പിച്ചതായ ആളുകളുണ്ടോ, അവർക്ക് അല്ലാഹു പുറത്തു നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഴ്ചകളിൽ അല്ലാഹുവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നതായ സമയം തിങ്കളാണ്, വ്യാഴമാ. അതുകൊണ്ടല്ലേ ആ അമലുകളെ ഉയർത്തുന്ന ദിവസത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. തിങ്കളും വ്യാഴവും എന്ത് സുന്നത്തുണ്ട് പറയിൻ. സുന്നത്ത് നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. സുന്നത്ത് നോമ്പ് പിടിക്കൽ എന്തുകൊണ്ട്? നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്താൻ ആ 2 ദിവസങ്ങളിലാണ് അമലിനെ ഉയർത്തുന്നത്. അപ്പൊ നമുക്ക് സ്വീകാര്യത കൂടുതലാണ്. അവൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, സുഇലാൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ പുണ്യം എന്താണ് റസൂലേ? എന്തിനാണ് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ഫീഹി വലിതു, തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടതായ സുദിനമല്ലയോ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുദിനമല്ലയോ? ഫീഹി വലിതു, തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് സാബ. അതുകൊണ്ടാണ് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പവിത്രമായത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകർക്ക് മുഴുവൻ കാരുണ്യമല്ലേ, ആ കാരുണ്യത്തിന്റെ തിരുദൂതരെ പ്രസവിക്കപ്പെട്ടതാകുന്ന പുണ്യമായ ദിനത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് കൂടുന്ന മുസ്ലിമേ, നിനക്ക് വിജയമാണ്, വിജയമാ. ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ ഉയർത്തപ്പെടുന്നതായ സുദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ്. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകുമേ. മാത്രമല്ല റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് കാരണമായിട്ടാണ് പിടിച്ചത് എങ്കിൽ ആദരവായ പ്രവാചകരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. ആ പ്രവാചകരുടെ തൃക്കരം കൊണ്ട് ഹൗൽ കൗസർ കുടിക്കാൻ അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ മാടന്നറ ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സർവ്വ വിശ്വാസിനികൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്നു, മാസത്തിലും കഴിഞ്ഞു, അതുപോലെ തന്നെ എല്ലാ ദിവസത്തിലും കഴിഞ്ഞു, ആഴ്ചയിലും കഴിഞ്ഞു. പിന്നെ ഉള്ളത് വർഷത്തിൽ അമലിനെ ഉയർത്തും. അതാണ് ഏത് മാസം? ശഅബാൻ മാസം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ് സാബ, അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സായിമുൻ. ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം മുഴുവനും വർഷത്തിൽ അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സുന്നത്ത് നോമ്പുകൾ വിശുദ്ധമായ ശഅബാനിൽ അധിഷ്ഠിക്കുന്നത്. അമലുകളെ അല്ലാഹുവിലേക്ക് വർഷത്തിൽ ഉയർത്തപ്പെടുന്നതായ സമയമാണ്. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സഹാബ. എന്റെ അമലുകൾക്ക് സ്വീകാര്യത കൂടാൻ അത് കാരണമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ലേലം വിളിക്കുക. അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ശഅബാൻ മാസത്തിന്റെ മഹത്വമാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ നോമ്പനുഷ്ഠിക്കുന്നത് കിട്ടുന്ന നേട്ടം. രണ്ട് കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. ഒന്ന്, അശ്രദ്ധ വെക്കുന്ന മാസം ജനങ്ങൾ, അതുകൊണ്ട് ഞാൻ ഈ മാസത്തെ ശ്രദ്ധിക്കുന്നു. മറ്റൊന്ന്, ഈ മാസത്തിൽ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതായ മാസമാണ്. ഈ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകി. ആമീൻ പറയ്. ഇനി മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കുക. സമകാലികമായ ചില വിഷയം കൂടി പറയാം. ഇന്ന് സമൂഹത്തിൽ നന്മകളെ കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്നവർ നല്ലതുപോലെ കുറഞ്ഞു വരുന്ന കാലഘട്ടം ആണോ അല്ലേ? ആണ്. നന്മകളെ കൽപ്പിക്കുന്നവരോട് എല്ലാവർക്കും ഒരു ദേഷ്യം, വെറുപ്പ്, അങ്ങനെയുള്ളൊരു കാലഘട്ടം. വാപ്പ മകനെ ഉപദേശിക്കാൻ, മോനടാ പള്ളി പോന്ന് പറഞ്ഞ വാപ്പായോട് ഒരു നീരസമുള്ള മക്കളുള്ള കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓരോരുത്തർ വക പോകാൻ തുടങ്ങി, പിരിവിലേക്ക് എത്താൻ തുടങ്ങി. എന്നാൽ പിന്നെ അതിന് മുമ്പ് വണ്ടി വലിഞ്ഞ ഞാനൊന്നും കാര്യമായിട്ട് പിരിക്കത്തൊന്നുമില്ല. ചെറിയ രീതിക്ക് ചോദിക്കും, അവർ തരിക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നിപ്പോ നല്ല വാഴ് ഫസ്റ്റ് ദിവസം ശരിക്ക് അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകുമാറാവട്ടെ. ആരെയും പ്രയാസപ്പെടുത്തത്തില്ല. ഇത് കേട്ടിട്ട് പോയിക്കോ, ഇതാ കേൾക്കേണ്ടത്, ഇത് കേട്ടിട്ട് പോയിക്കോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നന്മകളെ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും വളരെ കുറഞ്ഞ കാലഘട്ടം, വളരെ കുറഞ്ഞു പോയി ഇന്നത്തെ സമൂഹത്തിൽ. അങ്ങനെ ചെയ്യുന്നവരോട് ദേഷ്യം പിടിക്കുന്ന കാലഘട്ടം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ, ഒരു യൂട്യൂബിലൂടെ ആലുവ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് ഒരു സഹോദരനും ഒരു സഹോദരിയും വന്ന് പരസ്യമായി അതിലൂടെ നടന്നു പോകുന്നതാകുന്ന ചെറിയ കുട്ടികളോട്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അല്ലാത്ത മൈനറായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള മക്കളോടുമൊക്കെ ദ്വയാർത്ഥ പ്രയോഗമുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചതിനെ പറ്റി വലിയ വിവാദമുണ്ടായ വിഷയം. കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻ ദിനമെന്ന് പറയുന്ന പ്രണയ ദിനത്തിൽ നടന്ന സംഭവമാണ്. ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സദസ്സിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ അത് പറയാൻ തന്നെ മടിക്കാൻ. കാരണം കുടുംബങ്ങളുമായി ഈ സദസ്സിൽ വന്നിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് കൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ പറയുക, അവർ പറഞ്ഞ ചോദ്യം തന്നെ നമ്മളൊന്ന് എടുത്തു പറയൽ തന്നെ ഏറ്റവും വലിയ പാതകമാണ്, തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്കിടയിൽ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് മാനസികമായി പ്രയാസവും നീരസവും സൃഷ്ടിക്കുന്നതാകുന്ന ആളുകളെ കണ്ടപ്പോ അവിടെ തൊട്ടടുത്തുള്ളതാകുന്ന ഓട്ടോ തൊഴിലാളികൾ വന്നിട്ട് പരസ്യമായി നടത്തുന്ന ഈ പരിപാടി, ഇത് പാടില്ല, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാർ വിളക്കി. അതിൽ പ്രായമുള്ള ആളുകളുണ്ട്, 60 വയസ്സൊക്കെ ഉള്ള ആളുകളുണ്ട്. സ്വന്തം മക്കളോട് ഉപദേശിക്കുന്ന പോലെ. കാരണം മക്കളുടെ പ്രായമുള്ളൂ, മോളെ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അത് ചെറിയ കുട്ടികളോട്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ പഠിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരോട് ചോദിക്കാം മൈക്ക് വെച്ചിട്ട്. ഇത് ലൈവായിട്ട് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യപ്പെടാണ്. ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യൂട്യൂബിലൂടെ മോണിറ്റൈസേഷൻ ചെയ്തിട്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളിതൊരു വിഴുപ്പലക്കലാണ്, ഇത് കൊള്ളത്തില്ല, ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്ക് ഏർപ്പെടുത്തി. ചെയ്യരുത്, നിങ്ങളിത് ചെയ്യരുത്. അപ്പൊ അവര് വല്ലാതെ കയർത്തു, അവര് ദേഷ്യം പിടിച്ചു. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചിലര് കണ്ടിട്ടുണ്ടാവും, വലിയ വിവാദമാക്കി തീർത്തു. അവർ മീഡിയക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മീഡിയയുടെ സ്വാതന്ത്ര്യം, ഇവിടെ സദാചാര ഗുണ്ടകൾ വന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു നന്മ ഉപദേശിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ തിന്മ വിരോധിക്കുന്നതായ ആളുകളെ സദാചാര ഗുണ്ടകളായി മാറ്റുന്ന കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരു നന്മയും ഒരു തിന്മയും ഇവിടെ നടക്കൂലല്ലോ. ഒരു തിന്മയും ഈ ലോകത്ത് തടയപ്പെടുകയില്ല, ഒരു നന്മയും ഈ ലോകത്ത് വിഭാവനം ചെയ്യപ്പെടൂല, കൽപ്പിക്കപ്പെടൂല. അങ്ങനെ തന്നെ ലോകം പോകും. മീഡിയകളെല്ലാവരും അവർക്ക് അനുകൂലമായി ആദ്യം റിപ്പോർട്ട് ചെയ്തു. മീഡിയ സ്വാതന്ത്ര്യത്തിനെതിരെ സദാചാര ഗുണ്ടകൾ ഇതാ കടന്നു വന്നു, ഓട്ടോ തൊഴിലാളികൾ ഗുണ്ടകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ അടിയിൽ മുഴുവനും നല്ല പച്ചയായിട്ട് ആളുകൾ കമന്റ് ചെയ്തു. അവിടെ ഓട്ടോ തൊഴിലാളികൾ കാണിച്ചതാണ് അംഗീകരിക്കപ്പെടേണ്ടത്, അവർ ചെയ്തത് നന്മയാർന്ന പ്രവർത്തനമാണ്. കേരളത്തിലെ എല്ലാ ഓട്ടോ തൊഴിലാളികളും അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം റോഡരികിൽ കിടക്കുന്നതാകുന്ന, ആക്സിഡന്റ് പറ്റി കിടക്കുന്നതാകുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ചോര വാർന്നു കിടക്കുന്നതാകുന്ന കുട്ടിയെ താങ്ങിയെടുത്ത്, അതെത്ര പടുവൃദ്ധനായിരുന്നാലും ശരീരത്തിലേക്ക് വസ്ത്രം, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് രക്തം പുരളുമെന്ന് കണ്ടാലും ഒരു മടിയുമില്ലാതെ ചേർത്ത് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്ന ആളുകളാണ് ഓട്ടോ തൊഴിലാളികൾ. പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ വിഷയമായിരുന്നാലും
പ്രളയത്തിന്റെ വിഷയങ്ങളായിരുന്നാലും ആ സമയത്തൊക്കെ സഹായത്തിന്റെ നിലകൊണ്ടിട്ടുള്ളതാകുന്ന ഒരു വലിയ വിഭാഗമാണവർ എല്ലാ നിലയ്ക്കും. അങ്ങനത്തതാകുന്ന ആളുകൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്. ഒരു മോശമാകുന്ന കാര്യവും ഇവിടെ ചെയ്യരുത് എന്ന് പറയാൻ. നിങ്ങൾ ബാക്കി എന്തും ചോദിച്ചോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള അതും ചോദ്യം കേട്ടാൽ ആദ്യം തന്നെ അതിന്റെ ചിന്തയിലേക്ക്, ഏതൊരു വ്യക്തിയുടെയും ചിന്തയിലേക്ക് അശ്ലീലത വരുന്നതാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് വിലക്കിയത് എന്ന് പറഞ്ഞ് അതിനിടയിൽ കമന്റ് ചെയ്തപ്പോ മീഡിയക്കാർക്ക് മനസ്സിലായി ജനങ്ങളുടെ പക്ഷം ഓട്ടോക്കാരുടെ ഒപ്പം. അപ്പൊ പിന്നെ എല്ലാവരും നന്നാകാൻ തുടങ്ങി, പിന്നെ നന്നാക്കി എഴുതാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നേരത്തെ സൂചിപ്പിച്ചതാകുന്ന യൂട്യൂബ് ചാനലും അതിൻ്റെതാകുന്ന അവതാരികയും അവർ അന്ന് മുതൽ തന്നെ 15ാമത്തെ ദിവസവും വന്നു, 16 വന്നു, കഴിഞ്ഞ ഫെബ്രുവരി അന്ന് മുതൽക്ക് തന്നെ എല്ലാ ദിവസവും അതേ സ്ഥലത്ത് തന്നെ ഒരു വാശിയോടുകൂടിയും വീറോടുകൂടിയും വീണ്ടും വരികയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ വരും എന്ന് പറഞ്ഞ അതേ സ്പോട്ടിൽ അതേ പോകുന്നതാകുന്ന കോളേജ് പിള്ളേരോട് വീണ്ടും ചോദിക്കുകയും ആളുകളെ തടഞ്ഞു നിർത്തി ചോദിക്കുകയും അവസ്ഥ വന്നു. അവസാനം ഇന്നലത്തേതാകുന്ന ദിവസം വാർത്ത നിങ്ങൾക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. വാർത്താ മീഡിയയിൽ ഒരു കുട്ടിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുകയും അതിനുശേഷം ഓട്ടോക്കാരുടേതാകുന്ന സ്റ്റാൻഡ് നിങ്ങൾ എന്തിനാ ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് എന്ന് അവര് തന്നെ വന്നുകൊണ്ട് വഴക്കുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ തൊഴിലാളികളുമായി വാക്കുതർക്കമായി അവസാനം ആ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ മർദ്ദിച്ചു, അവശരാക്കി. അവർ തൊട്ടടുത്തുള്ളതാകുന്ന ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചത് ഇന്നലെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ്. ആ മർദ്ദിച്ചവനാണെങ്കിലോ കള്ളു കുടിച്ചിട്ടുണ്ട്, MDMA അടിച്ചിട്ടുണ്ടോ ഏതാണെന്നറിയില്ല, കള്ളു കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന യുവാക്കളും യുവതികളും അശ്ലീല ചുവയുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ലവരാകുന്നതായ ആളുകളെ മോശമാകുന്ന മരീമസമാകുന്ന ചിന്താധാരയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ പ്രവണത അതിശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതുണ്ട്. അതിനെ എതിർക്കുന്നവരെ എതിർക്കുന്നതായ അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുന്നു. അത് പാടില്ല. നമ്മൾ ആ ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് നിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ സൂക്ഷിക്കണേ, ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കുന്ന പാഠമാണ്, പ്രവാചകന്റെ അധ്യാപനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചടയമംഗലത്തുള്ളതാകുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, പഠിച്ചു വെക്കുന്ന അധ്യാപനമാണ്. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നിങ്ങളെ സൂക്ഷിക്കണേ, വഴിയരികൾ ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ സ്വഹാബത്തിൽ ചിലർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, മാലനാ ബുദ്ദുൻ, ഞങ്ങൾക്ക് നിർബന്ധമായും ഇവിടെ ഇരുന്നേ പറ്റുകയുള്ളൂ. കാരണം ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയാണ്. വഴിയരിരുന്നു കൊണ്ട് കച്ചവടം ചെയ്യുന്നവൻ വീട്ടിൽ പോയിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. ഞങ്ങൾ ഈ റോഡിൽ തന്നെയാണ്, മാർക്കറ്റിൽ തന്നെയാണ് നിലകൊള്ളേണ്ടത്. ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞങ്ങൾ ഈ വഴിയിൽ തന്നെ നിലകൊള്ളണം റസൂലേ. ഞങ്ങളുടെ പണി ഇതാണ്, ഞങ്ങൾ റോഡിലാണ് കച്ചവടം, ബിസിനസ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് റോഡിൽ ആവശ്യമില്ലാതെ ഇവിടെ ഇരിക്കാതിരിക്കാൻ പറ്റൂല, ഇവിടെ തന്നെ ഇരുന്നേ കാര്യങ്ങൾ നടക്കൂ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡിലിറങ്ങുന്നതായ ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മോശപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും വർഗീയമാകുന്ന പരാമർശങ്ങൾ നടത്തുന്നതാകുന്ന തരത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാനും ചെയ്യുന്ന യൂട്യൂബർമാരുള്ള കാലഘട്ടമാണ്. പഠിച്ചു വെക്കണേ. അനാവശ്യമാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. നമുക്ക് മാതൃക പരിശുദ്ധമായ പ്രവാചകൻ അധ്യാപനങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ സർവ്വതും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ റോഡിൽ തന്നെ ഇരിക്കൽ നിർബന്ധമാണ് എങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റമദാൻ വരും. അപ്പൊ ഉണ്ട് ചില ആളുകൾ, മക്കളൊക്കെ റോഡിൽ ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന് 4 കാലും കൊടുത്തിട്ട് അവിടെ കുത്തിയിരിക്കുക. ഇശായിക്കും ഇല്ല, തറാവീനും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്ന് തറാവിക്ക് ഇരിക്കാനാന്നും പറഞ്ഞാണ് ഇവൻ ഇറങ്ങിയത്.
പള്ളിയിൽ നിന്ന് തറാവി കഴിഞ്ഞ് വാപ്പായും ആങ്ങളമാരും ഒക്കെ പോകുമ്പോൾ അതിന് തൊട്ട് പുറകെ പതുക്കെ പോവാൻ. ഇല്ലെങ്കിൽ വിത്തറ് കഴിയുമ്പോൾ പള്ളിയിലേക്ക് ചെല്ലും. എന്തെങ്കിലും പൊതി ഉണ്ടെങ്കിൽ ആ പൊതി 27 പൊതിഞ്ഞ് പോക്കറ്റ് വെച്ചോണ്ട് വാഹത്തായിട്ട് തിരിച്ചു വരും. അതിനൊക്കെ മുമ്പന്തിയിലുണ്ട്. ബാക്കിയൊക്കെ ഇവനെവിടെയാ റോഡിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം ചെറുപ്പക്കാരായ ആളുകൾ കാത് കൊടുത്തുകൊണ്ട് കേൾക്കേണ്ട വാക്കാണ്. ഇയ്യാകും വൽ ജുറൂസാല തുറഖാത്. വഴിയരികൾ ആവശ്യമില്ലാത്ത ഇരുത്തം പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ദേഷ്യമുള്ളതായ സ്ഥലമാണ് അനാവശ്യമായ ചന്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി ഒരു കാര്യവുമില്ലാതെ ചന്തയിൽ കറങ്ങി നടക്കൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയുടെ അകത്തളമാണെന്ന് ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഞങ്ങൾക്ക് റോഡിൽ ഇരുന്നെങ്കിലേ കാര്യം നടക്കുന്നു എന്ന് പറയുന്ന കച്ചവടക്കാരെ അവരോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വല്ലുൽ ബസരി വകഫുൽ ലദാ വറദ്ദുസ് സലാം വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. 5 കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ ഈ സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഈ സമൂഹത്തിലേക്ക് നേർക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമതായി ചെറുപ്പക്കാരാ സോദര, നിന്റെ കണ്ണ് നീ അടയ്ക്കണേ. ഹറാമ് കാണുമ്പോൾ കണ്ണ് അടയ്ക്കണേ. റോഡിൽ നീ ഇരിക്കുന്നത് അന്യമാകുന്ന പെണ്ണ് റോഡിലൂടെ നടന്നു പോകുമ്പോ അവളെ ശൂലമടിക്കാനും ഫിസലടിക്കാനും അവരുടെ പിറകെ 350 ബുള്ളറ്റിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് കറങ്ങാനുമാണെങ്കിൽ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക്, അംഗലാവണ്യത്തിലേക്ക് നിന്നെ കണ്ണു കൊണ്ടുപോകാൻ പാടില്ല. ഒരിക്കലും നീ ഹറാമായ നോട്ടമരുതേ. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണ് അടച്ചു പിടിക്കണേ. രണ്ടാമതായി പ്രവാചകൻ പറയുകയാണ്, എല്ലാ മ്ലേച്ഛതകളും നീക്കണേ. റോഡിലുള്ള മാലിന്യങ്ങൾ കണ്ടാൽ നീ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടാൽ അതിനെ കുഴിച്ചിടൽ മുസ്ലിമേ നിനക്ക് നിർബന്ധമാണ്. റോഡിലൂടെ നീ വാഹനം ഓടിച്ചു പോകുമ്പോ ഒരു ഓല വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, റോഡിന് തടസ്സമാണെന്ന് മനസ്സിലാക്കി വാഹനം സൈഡ് ചെയ്ത് ഒതുക്കി അത് എടുത്ത് മാറ്റിയിടൽ നിനക്ക് നിർബന്ധമാണ്. റോഡിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ അത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. റോഡിൽ ഒരു നായ ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ അതിന്റെ മുകളിലൂടെ ടയർ കയറ്റിക്കൊണ്ട് അതിനെ ചതച്ചരച്ച് അതിനെ മലീമസപ്പെടുത്തി റോഡിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലത്തിലേക്കുള്ള കൗതുകപരമാകുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിമത്തെ നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറിച്ചതിന് കുഴിച്ചിടൽ നിർബന്ധമാണ്. നീ അതിന് സമയം കണ്ടെത്തിയാൽ പുണ്യമാണ്. കുഷ്ഠരോഗം ബാധിച്ചതാകുന്ന ഒരു നായെ 40 ദിവസം ഒരു തെണ്ടുണ്ടാക്കി അതിനെ ശുശ്രൂഷിച്ച് അതിന് പരിപൂർണമായി രോഗശമനം വരുത്തി അതിനെ പറഞ്ഞു വിട്ടതാകുന്ന ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സൂഫിസത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകയായി പരിശുദ്ധരാകുന്ന മഹത്തുക്കൾ അയിമ്മത്തുകൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അവരാണ് നമ്മുടെ മാതൃക. പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, നീ റോഡരികിൽ ഇരിക്കുമ്പോ ആളുകൾ നിന്റെ അടുത്തൂടി നടന്നു പോകുമ്പോ നടക്കുന്നവൻ ഇരിക്കുന്നവനോടല്ലേ സലാം പറയേണ്ടത്? ആ നടക്കുന്ന വ്യക്തി നിന്നോട് സലാം പറയുകയാണ്. വാഹനത്തിൽ പോകുന്നവൻ നിന്നോട് സലാം പറയുകയാണ്. അവന്റെ സലാം കേട്ടിട്ട് മിണ്ടാതിരിക്കല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം അടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്. അത് കേൾക്കുന്നവൻ മടക്കൽ നിർബന്ധമാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ നിയമമാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, സലാം മടക്കണേ. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൂന്നാമതും കഴിഞ്ഞ് നാലാമതായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വൽ അംറു ബിൽ മഅറൂഫ്.
റോഡരികിലിരിക്കുമ്പോ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കണേ, വന്നഹിയു അനിൽ മുൻകരി തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ. ആലുവ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഓട്ടോ തൊഴിലാളികൾ കൺമുന്നിൽ കണ്ടതാകുന്ന മോശപ്പെട്ടതാകുന്ന പ്രവണത കണ്ടപ്പോ ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പാവപ്പെട്ടവരുടെ ഹൃദയാന്തരങ്ങളിൽ മലീമസം നിറയ്ക്കുന്നത് കണ്ടപ്പോ ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പോലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിറയ്ക്കാൻ പാടില്ല, അത് ചെയ്യരുതേ മോളെ എന്ന് വിലക്കിയതാകുന്ന പ്രായം ചെന്നതാകുന്ന ഉപ്പമാർക്ക്, പ്രായം ചെന്നതാകുന്ന ആ ചെറുപ്പക്കാർക്ക്, സഹോദരങ്ങൾക്ക് വലിയ വലിയ പ്രയാസം നേരിടുകയാണ്. എത്രയെത്ര ആളുകളാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരാളും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. പരിശുദ്ധമായ ഇസ്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവിടെ ചോദിച്ചത് യൂട്യൂബർമാര് ശബരിമലയുടെ വിഷയത്തിൽ മോശമാകുന്ന ചോദ്യമായിരിക്കാം, മുസ്ലിമാകുന്ന സഹോദരന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മോശമാകുന്ന ചോദ്യമായിരിക്കാം, മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം. ഏതുമാകട്ടെ ഏത് മതത്തിൻ്റെതാകുന്ന കാര്യങ്ങളായിരുന്നാലും ഒരു മതത്തെ പോലും വ്രണപ്പെടുത്താനോ ഒരു മതത്തിന്റെ ആശയത്തെയോ ആദർശത്തെയോ കളങ്കപ്പെടുത്താനോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നില്ല, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡരികിലിരിക്കുന്നതായ ആളുകളെ, ഓട്ടോ തൊഴിലാളികൾ റോഡിൽ നിലകൊള്ളുന്നവരാണ്, അവർ റോഡിലിരിക്കുന്നവരാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നതായ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദര സമുദായത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. അങ്ങനെ റോഡിലിരിക്കുന്നതായ ആളുകൾ അവർ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് അവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുസ്ലിം സമുദായത്തിലെയും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ചെയ്തിട്ടുള്ളത്. അത് പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റോഡിലിരിക്കുന്നവരെ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞതിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി അടിവരയിട്ട് പറയുന്നത് വന്നഹിയു അനിൽ മുൻകരി തിന്മ വിരോധിക്കുകയും ചെയ്യണേ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള സഹോദരങ്ങൾക്ക് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. എല്ലാ മോശപ്പെട്ടതാകുന്ന ആളുകളിൽ നിന്ന് ഈ സമൂഹത്തെയും സമുദായത്തെയും നീ പരിപൂർണമായ കാവലിലാക്കണേ അല്ലാഹ്. എന്തൊരവസ്ഥയാണ്. നന്മ കൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, തിന്മ വിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ, വിരോധിക്കുന്നവരെ അടിച്ചൊതുക്കുന്നത്, അവരെ സദാചാര ഗുണ്ടകളായി തളച്ചിട്ടാൽ മതിയല്ലോ, അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞു. ആണ് ഇന്നത്തെ ലോകം. പരസ്യമായി ചെയ്യുന്നതാണ് പ്രശ്നം. നിങ്ങൾ രഹസ്യമായിട്ട് റൂമിലിരുന്ന് 10 പേരെ വിളിച്ചിട്ട് ചോദ്യം ചോദിച്ചോ, മറുപടി പറഞ്ഞോ, കുഴപ്പമില്ല. പരസ്യമായി പാവപ്പെട്ട മക്കൾ, അതിലെല്ലാ മതത്തിലുള്ളവരുണ്ട്, അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ളതാകുന്ന വൃത്തിഹീനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പരസ്യമായിട്ടുള്ളതാകുന്ന ചുംബനങ്ങൾ, പരസ്യമായിട്ടുള്ള വ്യഭിചാരങ്ങൾ, അതൊന്നും പാടില്ല. അതൊന്നും മാന്യതയ്ക്ക് നിറക്കുന്നതല്ല. ഒരു മുസ്ലിമിനെന്നല്ല, ഒരു ഹൈന്ദവ സഹോദരനോ ഒരു ക്രൈസ്തവ സഹോദരനോ നല്ല മതബോധത്തിലും നല്ല നിഷ്ഠയിലും ജീവിച്ചിട്ടുള്ള ഒരാൾക്കും പറ്റില്ല. നല്ല സാലിഹീങ്ങളാകുന്ന അച്ഛനും അമ്മയ്ക്കും പിറന്നിട്ടുള്ളതാകുന്ന ഒരു കുഞ്ഞിനും ചേർന്ന പ്രവണതയുമല്ലാതെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നന്മ കൽപ്പിക്കുക, തിന്മ കൽപ്പിക്കുക, അങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഉണ്ട് എങ്കിൽ അവരാരാണ്? അവർ വിജയികളാണ്, മുഫ്ലിഹീങ്ങളാണ്. ഖുർആൻ ആയത്ത് കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ടാവട്ടെ. വൽതകും മിൻകും, അല്ലയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ ഒരു സമൂഹം, ഒരു സമുദായം കടന്നു വരട്ടെ. യദ്ഊന ഇലൽ ഖൈർ, ലോകരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ കടന്നു വരട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ,
നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതായ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയുള്ള ആളുകൾ പരിപൂർണമായ വിജയികളാണ്. അവരാണ് വിജയശ്രീലാളിതരെന്ന് വിശുദ്ധമായ ഖുർആൻ. വിജയിച്ചവർ എന്ന് പറയണമെങ്കിൽ അവരാരാവണം? നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണം. അവരാണ് വിജയി. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ വിജയി അവരാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യഥാർത്ഥമാകുന്ന സ്വാലിഹീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? അവരാണ് المؤمنون والمؤمنات أولياء بعضهم أولياء بعض. المؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ 71ാമത്തെ വചനമാണ്. സഹായികളാണ്. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കൊണ്ട് വിരോധിക്കുന്നവരാണ്, നമസ്കാരവും ചിട്ട വെക്കുന്നവരുമത്രേ. അവരാരാണ്? അവർ മുഅ്മിൻ. ഒരു മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ, സത്യവിശ്വാസി എന്ന് പറയണമെങ്കിൽ അവനുണ്ടാവേണ്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ് എന്ത്? നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മളിൽ പലരും അതില്ല. ബസ്സിൽ കയറുമ്പോഴത്തേക്ക് ഒരു അന്യ പെണ്ണും ഇരുന്നിട്ട് പുരുഷനും അന്യരാണ്. അവരിരുന്ന് പരസ്യമായിട്ട് ചുംബിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ പരസ്യമായിട്ട് പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലോ ഒക്കെ ഇരുന്ന് ചെയ്യാൻ പാടില്ലാത്തതാകുന്ന മോശമാകുന്ന പ്രവണതകൾ ചെയ്യുന്നു. ഒരു പുരുഷൻ പുരുഷനുമായി, ഒരു പെണ്ണ് പെണ്ണുമായി സ്വവർഗരതി അനുരാഗികളായിരുന്നു കൊണ്ട് ചെയ്യാണ്. പരസ്യമായി ചെയ്യുന്നത് കാണുമ്പോൾ ഇവനെന്താ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അടുത്തിരിക്കുന്നവനെ തോണ്ടിയിട്ട് കണ്ടോന്ന് കാണിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ പതുക്കെ മൊബൈൽ എടുത്തിട്ട് വെക്കുക, വീഡിയോ പിടിക്കുക, ഹാജിയാരാ 5 ഹജ്ജ് ചെയ്ത് എന്നിട്ട് ഇതുമായിട്ട് ബാത്റൂമിൽ പോയി അരമണിക്കൂർ ഇരിക്കുക. ഇതാണ് ചെയ്യുന്നത്. ഇതാണോ അല്ലേ? പതുക്കെ ഒന്നും അറിയാത്ത ഒരുപാട് പതുക്കെ വീഡിയോ പിടിക്കുക. അപ്പൊ മനസ്സിലാക്കി നമ്മൾ മൂമിനാണോ അല്ലയോ എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാ പരിപാടി. പതുക്കെ ബസ്സിൽ വെച്ചാണെന്നെങ്കിൽ പക്ക ബസ്സിന്റെ സീറ്റിനടി ഇങ്ങനെ ഇരിക്കും. ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞവർക്കും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഇത്തികാഫിന് പോലും ഇങ്ങനെ ഇരുന്നാണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. ഒരാൾ പ്രതികരിക്കുന്നില്ല. ആരെങ്കിലും ആ സമയത്ത് ഇവൻ വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ കാണിക്കുന്നു, ഇവിടെ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓളവാക്കി വീഡിയോ പിടിക്കാൻ ഇവന് അവനോട് വെറുപ്പ്, ആ എതിർത്തവനോട്. വീഡിയോ പിടിക്കാൻ തുടങ്ങിയതുള്ളായിരുന്നു, അതിനു മുമ്പ് പോയി അത് കുളവാക്കി. ഇതാണോ അല്ലേ? 2 കൂട്ടര് തമ്മിൽ തല്ലുകൂടുക, ഒന്ന് പിടിച്ചു മാറ്റാൻ തയ്യാറാവും ഇല്ല. ഉടനെ അവിടെ മാറി നിന്നിട്ട് വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ. ഒരാൾ മരിക്കാൻ പോവാണ്, അപ്പൊ അവനോർത്ത് അള്ളാഹ് രക്ഷിക്കാൻ വരുവാണ്, കടക്കണി കുടുങ്ങിയിരിക്കാൻ. ഞാനൊന്ന് ലൈവ് വന്നോട്ടെ, ഇവിടെ റേഞ്ചില്ല കേട്ടോ. എന്നിട്ട് പതുക്കെ റേഞ്ചുമായിട്ട് വരിക ഹാജിയാര്. ഇനി കേട്ടോ മരിക്കാൻ പോ. അതാണ് അവസ്ഥ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഇമാം ഗസാലി തങ്ങൾ ഒരു ബാബ് തന്നെ ഇട്ടിരിക്കുവാൻ, ഒരു അധ്യായം തന്നെ ബാബു അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുന്നതിനെ കുറിച്ചും തിന്മ കൊണ്ട് വിരോധിക്കുന്നതിനെ കുറിച്ചുമുള്ളതാകുന്ന അധ്യായം ബഹുമാനപ്പെട്ടവർ 10-30 പേജുകളിലായി വിശദീകരിക്കുക. ഈ തലമുറ പഠിക്കണം, ഇന്നത്തെ തലമുറ അറിയണം. എന്താണ് അവസ്ഥ? അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. നന്മകൾക്കൊരു വില കൽപ്പിക്കാത്ത സമൂഹമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? തിന്മകൾക്ക് പരിപൂർണമായി കുടപിടിക്കുന്ന സമൂഹമായി മാറിയില്ലേ? യഥാർത്ഥ മുഅ്മിനാവണോ, യഥാർത്ഥ വിജയി ആവണോ? നീ തിന്മകളെ വിരോധിക്കുന്നവനാകണേ. നന്മകൾ പരിപൂർണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നവനാകണേ. സ്വന്തം മക്കളോട് പോലും നമസ്കാരം കൊണ്ട് കൽപ്പിക്കാത്തവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? മാതാപിതാക്കൾ പോലും മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാത്തവരായി ഇന്നത്തെ തലമുറ മാറുകയാണ്.
പാതിരാത്രി സമയത്താ മോൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും വാപ്പായും മോൻ നിസ്കരിച്ചോന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. മോനേടാ കുഴിമന്തി ഇരിപ്പുണ്ട്, കഴിച്ചിട്ട് കിടക്കേട്ട. ഉമ്മ പറയാ കാര്യമായിട്ട്, എന്റെ പൊന്നുമ്മ കുഴി മാന്താൻ സമയം, ഇനിയെങ്കിലും നിങ്ങൾ ഈ സ്വഭാവം മാറ്റി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇപ്പോഴും മക്കൾക്ക് ഈ കൊടുക്കല ഭക്ഷണം ഇതാണോ ആഖിറം ലക്ഷ്യമാക്കുന്നത്? ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുത്തില്ലേലും കുട്ടികൾ കഴിക്കും. ചില ഉമ്മമാരുണ്ട് ചെറിയ കുട്ടികളെ കാണുമ്പോൾ എന്റെ മുന്നേ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഉസ്താദെ, ഭയങ്കര. കുട്ടികൾക്ക് വിശക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കഴിക്കും. കുട്ടികളെ ഇങ്ങനെ തടിപ്പിച്ച് ബഫൂണാക്കി നടക്കുന്നതിലല്ല കാര്യം. അവന് നല്ല ദീനീ ബോധമുള്ളവനായി വളർത്തി നാളെ നിന്റെ കഴുത്തെ കത്തി വെക്കാത്തവനായി മാറട്ടെ. കഞ്ചാവടിച്ചിട്ട് നിന്നെ പീഡിപ്പിക്കുന്നവനായി മാറാതിരിക്കട്ടെ. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ നടന്നില്ലേ എത്ര സംഭവങ്ങൾ? വിഴിഞ്ഞത്ത് നടന്നില്ലേ? തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നടന്നില്ലേ? കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്തളത്തിൽ മതോന്മത്തനായി കടന്നു വന്ന് പ്രിയപ്പെട്ട മാതാവിനെ കടന്നു പിടിച്ചില്ലേ? ആ മാതാവ് പിറ്റേ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട മകനെ കഴുത്തി ഞെരിച്ച് കൊന്നുകളഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ കഴിഞ്ഞ ദിവസം നടത്തിയതാകുന്ന അക്രമത്തിന്റെ സ്വഭാവം ആ ഉമ്മ വെളിപ്പെടുത്തുകയാണ്. കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തനായി വീടിന്റെ അകത്തളത്തിൽ കടന്നു വന്ന് എന്നെ രഹസ്യമായി ആരോരുമില്ലാത്ത സമയത്ത് വാപ്പ മരണപ്പെട്ടു പോയതാകുന്ന മകനെ താങ്ങായി തണലായി മീൻ വിറ്റ് വളർത്തിയതാകുന്ന പൊന്നുമോന് എന്റെ ശരീരത്തിൻ്റെതാകുന്ന ആകാര സൗഷ്ഠവും അങ്ങനാവുണ്യവും കണ്ട് എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന് ഇനി അവൻ തുടരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവന്റെ കഴുത്തി എന്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് ഞെരിച്ചു കൊന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു ഉമ്മ പറഞ്ഞത്. മക്കളോട് ദീൻ കൊടുക്കേണ്ട സമയത്ത് ദീൻ കൊടുക്കണം. നിസ്കരിക്കാൻ പറയേണ്ട സമയത്ത് വാ തുറന്ന് പറഞ്ഞോണം, ഇല്ലെങ്കിൽ മക്കള് പിഴച്ചു പോകും. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള് പരസ്യമായിട്ട് ചാനലിൽ വന്ന് പറയാൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവ് മുതൽ ഞാൻ തുടങ്ങിയതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് ഞാന് MDMA എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഞാൻ സ്വന്തമായി ഉപയോഗിക്കാൻ തുടങ്ങി കോവിഡിന്റെ കാലഘട്ടം. ഇപ്പൊ ആ പെണ്ണ് എത്രയും പഠിക്കാൻ? 9ാം ക്ലാസ്. 2 വർഷം മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൊബൈൽ വാപ്പ തന്നത്, ആ മൊബൈലിലൂടെ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പാക്കും ഉമ്മാക്കും അതൊരു ആപ്പായി. അങ്ങനെ അവര് സ്വന്തമായിട്ട് ഈ ആപ്പിലൂടെ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു, കൂട്ടുകാരുമായി ചാറ്റിംഗ് ചെയ്തിട്ട് MDMA ഞാൻ സ്വന്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് അവസാനം ഇപ്പൊ എന്തായി, 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും വലിയ കാരിയറായി മാറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബിസിനസിന്റെ സംരംഭകയായി. ബിസിനസ് നടത്തുക, ഇതൊരു തുള്ളി വിറ്റാൽ മതി, 1500-2000 രൂപ പോക്കറ്റിൽ കിട്ടുകയാണ്. വാപ്പാടെ കൈ പഴയ നോക്കിയ, അതിലോട്ട് നോക്കിയിരിക്കുകയാണ്. 86 റബ്ബർ ബാൻഡ് വിട്ടുവെച്ചിട്ടു. മക്കളുടെ കയ്യിൽ 30 Pro Max, 14 Pro Max. മാത്സിന്റെ പരീക്ഷയ്ക്ക് വന്നു. അതല്ല ഇത് ഐഫോണിന്റെ കാര്യം പറഞ്ഞു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മക്കളുടെ കയ്യിൽ ഒരു കൂടിയ മൊബൈൽ ഫോൺ 23 Ultra, S23 Ultra, S23 Ultra, S23 Ultra, അതൊക്കെ മക്കളുടെ കയ്യിലിരിക്കുകയാണ്. കൂടിയ മൊബൈൽ ഫോൺ 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെയൊക്കെ മൊബൈലാ. ഇത് മക്കളുടെ കയ്യിൽ എങ്ങനെ വന്നു? അപ്പോലെ ചോദിക്കലുണ്ട്. മക്കൾക്ക് കൂടിയ വസ്ത്രവിധാനവും മൂടിയതാകുന്ന രീതിയിലുള്ളതാകുന്ന സൗകര്യങ്ങളും വന്ന് വാപ്പായും ഉമ്മായി ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. മക്കൾ ഈ രീതിയിൽ വഴിപിഴച്ചു പോവാൻ. ആ ചാനൽ വന്നിരുന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞ പെണ്ണ് ഒരു മുസ്ലിമായ പെൺകുട്ടിയാണ് എന്നുകൂടി അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം നടുങ്ങുന്നത്. 14 വയസ്സുള്ള ഒരു മകള് പറയാൻ, 12ാമത്തെ വയസ്സിൽ ഞാൻ MDMA ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിക്കുക മാത്രമല്ല, 14ാമത്തെ വയസ്സിൽ ഞാനത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എവിടെയാണ് ലോകം? എവിടെയാണ് ലോകം? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. ആണുങ്ങളെക്കാൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളെ കേട്ടോ. വീട്ടിൽ പോയിട്ട് ആ മൊബൈൽ ഒന്ന് വാങ്ങിച്ചു നോക്കും. മുഹമ്മദ് എന്ന് പേരടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മൈമൂന എന്ന് പേരടിച്ചിട്ടുണ്ടോ പെണ്ണുങ്ങൾ? വിളിച്ചു നോക്കുമ്പോ മുഹമ്മദ് ആയിരിക്കും. പേരിനകത്ത് മൈമൂന എന്നാണ്. അവളുടെ മൊബൈലിനകത്ത് അടിച്ചിട്ടിരിക്കുക, സേവ് ചെയ്തിരിക്കുക. കോൾ ചെയ്ത് നോക്കുമ്പോ അപ്പുറത്താരെ എടുക്കുന്നത്? രാജനെടുത്തത്, വേറൊരു തന്നെ. ഇതുപോലെ ആണുങ്ങളുടെ മൊബൈൽ നോക്കണം. ആണുങ്ങളുടെ മൊബൈൽ നോക്കണം. ഇതേപോലെ രാജന്റെ പേരെടുത്ത്, നമ്മുടെ കൂട്ടുകാരൻ രാജൻ, നമ്മുടെ ക്ലാസ്മേറ്റാ. ഉമ്മച്ചി ഫോൺ എടുത്തോണ്ടിരിക്കണം. ഇവിടെ രാജൻ വിളിക്കുന്ന ഇങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരൻ. എന്താടാ കൂട്ടുകാരൻ? എന്താടാ അല്ല, അപ്പുറത്ത് എന്തടിയാണ്. ഇത് ഉമ്മയെ വട്ടാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സംഭവം. എന്നിട്ട് ഉമ്മയുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഇവൻ കസർത്തുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ നടക്കുന്ന സംഭവങ്ങൾ. അള്ളാ ഇങ്ങനെ വാതിൽ വിളിച്ച് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഇടങ്ങേറ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇന്നത്തെ തലമുറ അങ്ങനെ പോവാ. നമ്മളൊക്കെ നന്നാവണം, അതിനുവേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുന്യാവ് ക്ഷണികമാണ്, ഇത് കുറഞ്ഞ കാലഘട്ടത്തിലേക്കുള്ളൂ. ഇവിടെ ഈ തരികിട വാപ്പായോടും ഉമ്മായോടും സമൂഹത്തോടും കാണിച്ച് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ആഖിറമാണ് ഏറ്റവും വലുത് മക്കളെ. അതാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വാപ്പായും ഉമ്മയും പറ്റിച്ചിട്ട് അന്യരോടൊപ്പം ഒളിച്ചോടെ പോകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ എത്ര ആളുകളാണ് സമൂഹത്തിൽ. തൻ്റെ മകളെ MBBS വിട്ടതാകുന്ന ഒരു വാപ്പ ഈ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകൾ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി ഒളിച്ചോടാൻ പോവാൻ. പരസ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പരസ്യമായി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അവള് ഞാൻ ഇന്ന ചെറുപ്പക്കാരനുമായിട്ട് പോകും, അല്ലെങ്കിൽ നേരിട്ട് മാരേജ് നടത്തി തരണം. ഉമ്മാടെ മുഖത്ത് നോക്കി പറയാം വാപ്പ ഗൾഫില. ആ ഉമ്മാടെ മാനസികാവസ്ഥ ചിന്തിച്ചോ? ഇതിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ പോകുന്നത്. ചെറിയ മക്കളെ പറഞ്ഞേക്കാം, പക്ഷെ വലുതായി കഴിയുമ്പോൾ നമ്മൾ അടിക്കലും ഇല്ല, ഇതാക്കലും. നമ്മളൊരു മിതത്വം കൊടുക്കും. ആ കുട്ടികൾ അങ്ങനെ വളർന്ന് പാപ്പാടെ ഉമ്മാടെയും തലയിൽ കയറി നിരങ്ങാൻ. ഉമ്മമാരൊക്കെ പേടിയാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഉമ്മയോട് ശുണ്ടിയാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ, റൂമിന്റെ വാതിലടച്ച് കഥയടച്ച് കുത്തിയിട്ടിട്ട് അതിനകത്തിരിക്കാൻ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കയ്യിലെ നരമ്പ് മുറിക്കാൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത വൃത്തിഹീനമായ പരിപാടികൾ. എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? നഊദു ബില്ലാഹ്. എന്തിനാണ് മക്കൾ അഡിക്റ്റ് ആകുന്നത്?